ഗാസയിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നു. UN രക്ഷാസമിതി പ്രമേയം പാസാക്കി. സമ്പൂർണ്ണ സൈനിക പിന്മാറ്റത്തിനും പുനർനിർമ്മാണത്തിനുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രമേയത്തിൽ നിന്നും റഷ്യ വിട്ടുനിന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് സെക്യൂരിറ്റി കൗൺസിലിലെ റഷ്യ ഒഴികെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി ഈ പാലസ്തീനിലെ വെടിനിർത്തലിന് വേണ്ടി, ഗാസയിലെ വെടിനിർത്തലിന് വേണ്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെ നമുക്കറിയാവുന്നതാണ്. നേരത്തെ തുടർച്ചയായി, അതായത് ഖത്തറിൻ്റെയും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെയും നയപരമായ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമാധാന ശ്രമത്തിനു വേണ്ടി ഹമാസിനെ ഉൾച്ചേർക്കാൻ സാധിച്ചതും ഹമാസിനെ ചേർത്ത് ചർച്ചകൾ ആരംഭിക്കാൻ ശ്രമിച്ചതും ഈജിപ്തിനെ കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് സമാധാനത്തിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ചർച്ചകളിൽ ഹമാസിൻ്റെ രാഷ്ട്രീയ വിഭാഗം പങ്കെടുക്കുമെന്ന കൃത്യമായ നിലപാട് പുറത്തു വരികയും തുടർന്ന് സമാധാന ശ്രമങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് UN സെക്യൂരിറ്റി കൗൺസിൽ നേരത്തെ ഇത്തരത്തിൽ വെടിനിർത്തൽ വേണമെന്നൊരു പ്രമേയം പാസാക്കിയത്. അന്ന് അമേരിക്ക പ്രമേയത്തെ വീറ്റോ ചെയ്യാതെ അല്ലെങ്കിൽ തള്ളിക്കളയുകയൊന്നും ചെയ്യാതെ ഇന്ന് റഷ്യ ചെയ്തതുപോലെ വിട്ടുനിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് സെക്യൂരിറ്റി കൗൺസിൽ അമേരിക്കയുടെ സാന്നിധ്യമില്ലാതെ, പ്രസൻസ് ഇല്ലാതെ ഇത് പാസ്സാവുകയും ചെയ്തു. അതുപോലെ തന്നെ UN പൊതുസഭയിലും ഇത്തരത്തിൽ ഈ വെടിനിർത്തൽ ആവശ്യം വളരെ ശക്തമായിരുന്നു. ഈ രണ്ട് ആവശ്യങ്ങളും ശക്തമായതിനെ തുടർന്നാണ് ഈ മെയ് 31 അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു 3 നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈ 3 നിർദ്ദേശമാണ് ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ വീണ്ടും ചർച്ചയ്ക്കെടുത്തതിന് ശേഷം അംഗീകരിച്ചിരിക്കുന്നത്. ജോ ബൈഡൻ്റെ സേനാ പിന്മാറ്റം, അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണം, അതുപോലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഗാസ മുഴുവൻ തകർന്നൊരവസ്ഥയാണ്. ആ തകർന്ന അവസ്ഥയിലുള്ള ഗാസയെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ, അതുപോലെ തന്നെ ഇസ്രായേലിനും ഗാസയ്ക്കും അതുപോലെ പാലസ്തീനിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിച്ച് ഒരു സ്ഥിരം സംവിധാനമാക്കിയത് മാറ്റുന്നതിനുള്ള നീക്കങ്ങളുടെ കൂടി ഭാഗമായാണ് ഈ നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സെക്യൂരിറ്റി കൗൺസിലിൽ ഈ പ്രമേയം കൃത്യമായി പാസ്സായതും റഷ്യ വിട്ടുനിന്നു എന്നത് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് വിരുദ്ധമായ നീക്കമല്ല, മറ്റു ചില രാഷ്ട്രീയ നീക്കങ്ങളാണ് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. എന്തുതന്നെയായാലും രാഷ്ട്രീയ നീക്കങ്ങളുടെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ നീക്കങ്ങളുടെയും അടിസ്ഥാനത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി, അതായത് 1-2 മാസങ്ങളായി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ നിന്നെല്ലാം തന്നെ സൂചനകൾ പുറത്തു വന്നത്. ഇന്ന് നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തലിലേക്ക് കൂടുതൽ അടുക്കുന്നു ഗാസയും അതുപോലെ തന്നെ ഇസ്രായേലും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായ ചില നീക്കങ്ങൾ ചില ഭീകര സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ചില സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള നീക്കങ്ങളും കാര്യക്ഷമമായി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, ഐസൺ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ മുൻപ് നടന്ന പല സമാധാന ചർച്ചകൾക്കുമിടയിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ചില ഭീകരവാദ സംഘടനകളുടെ പ്രകോപനങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് മുൻപ് നടന്ന ചില ചർച്ചകളിലും പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ UN ഈ ഒരു പ്രമേയം പാസ്സായതോടെ ഇത്തരത്തിൽ വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് വരുന്നെങ്കിൽ പോലും ഈ ജനങ്ങളുടെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്ന കാര്യങ്ങളിലടക്കം തന്നെ കൂടുതൽ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായും പുനർനിർമ്മാണം സംബന്ധിച്ച് നയപരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അന്താരാഷ്ട്ര പിന്തുണ അതിന് ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ നടന്ന സംഭവങ്ങൾ ഹേഗിലെ കോടതി ഉൾപ്പെടെ, അതായത് ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉൾപ്പെടെ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ കോടതി തുടർന്നുള്ള വിശദീകരണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ നീതിപൂർവമായൊരു പരിഹാരം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനിടെയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നൊരു പശ്ചാത്തലത്തിലാണ് വെടിക്കോപ്പുകൾ ലഭ്യമാക്കുന്നത് ഉൾപ്പെടെ നിർത്തിവെക്കാനുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിൽ തുടർച്ചയായി പല നീക്കങ്ങളും ഉണ്ടായതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തു തന്നെയായാലും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതിന് ശേഷം, വെടിനിർത്തൽ യാഥാർത്ഥ്യമായതിനു ശേഷം ബന്ദികളായവരെ മോചിപ്പിക്കേണ്ടി വരും. അതായത് 120-ലേറെ ബന്ദികൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവരെ മോചിപ്പിക്കേണ്ടതുണ്ട്. ആ മോചനത്തിന് ശേഷം ഗാസയിലെ പുനർനിർമ്മാണം നടത്തുന്നതിന് അന്താരാഷ്ട്ര എയ്ഡുകളെല്ലാം തന്നെ എത്തേണ്ടതുണ്ട്. റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലോകമാകമാനമുള്ള ഈ വൈദ്യസഹായ സംവിധാനങ്ങളുടെ എല്ലാം പിന്തുണ ലഭ്യമാകേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയൊരു മാസീവ് എഫർട്ട് തന്നെ അവിടെ വേണ്ടി വരുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയമായി ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ അതിനുള്ള നീക്കങ്ങൾ അടിയന്തരമായി സാധ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ലോകത്ത് വർഷങ്ങളായി ഉണ്ട്. അതായത് റെഡ് ക്രോസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു യൂണിസെഫ് സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന, അഭയാർത്ഥി കമ്മീഷൻ എല്ലാം തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് UN-ലുള്ളത്. ഈ സംവിധാനങ്ങളെല്ലാം ഉടൻ തന്നെ പ്രവർത്തിക്കുകയും അതേമാതിരി അടിയന്തര സ്വഭാവത്തോടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം തന്നെ അഭയാർത്ഥികളുടെ വിഷയം, അതുപോലെ തന്നെ കുട്ടികളുടെ വിഷയം,
സ്ത്രീകളുടെ വിഷയം, തീർച്ചയായും ഇത്തരത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കേണ്ട വിഷയം, ഈ വിഷയങ്ങളിലെല്ലാം കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുനർനിർമ്മാണത്തിനുള്ള നയരൂപീകരണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കോ വലിയ കാലതാമസം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂതി വിമതരും അതുപോലെ ഇസ്ലാമിക് ഗാർഡ്സ് ഫോഴ്സസ് അങ്ങനത്തെയുള്ള നിരവധിയായ ഭീകര സ്വഭാവമുള്ള സംഘടനകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഗാസയും. ഈ ലെബനൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഇത്തരം ഹിസ്ബുള്ളയുടെ എല്ലാം പ്രവർത്തനങ്ങൾ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിലെ ഭീകരവാദ സംഘടനകളുടെ നിന്നുള്ള പ്രതികരണം കാര്യക്ഷമമായി അല്ലെങ്കിൽ അപകടകരമായ രീതിയിലേക്ക് പോകാതിരിക്കേണ്ടതും ആവശ്യമുണ്ട്. അതിന് ചില സൈനിക പ്രതിരോധ നീക്കങ്ങളെല്ലാം തന്നെ വേണ്ടിവരും. മെഡിറ്ററേനിയനിൽ കുറേ കൂടെ ശക്തമായ സൈനിക സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. അത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടി, സൈനിക നീക്കങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും തുടർന്ന് ഈ അടുത്ത ദിവസങ്ങളിലൊന്നും നമുക്കറിയാവുന്നതാണ്, കപ്പൽ പിടിച്ചെടുക്കുന്നു, അത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ, കപ്പൽ ആക്രമിക്കുന്നു, ഹൂതി വിമതരെ ആക്രമിക്കുന്നു, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷയങ്ങളൊന്നും ഈ അടുത്ത ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് പ്രതീക്ഷ നൽകുന്നൊരു കാര്യം തന്നെയാണ്. എന്ത് തന്നെയായാലും വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഈ സംഭവവികാസത്തോടുകൂടി, അതായത് സെക്യൂരിറ്റി കൗൺസിലിലെ ഈ വോട്ടോടുകൂടി കൃത്യമായും പുറത്തു വന്നിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്.